ഹലോ. ഈ ഇരുട്ട് കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കണ്ട. ഇതിപ്പം 4-4:30 മണിയാണ്. ഞാൻ എഴുന്നേൽക്കുന്ന സമയം വെറുതെ ഒന്ന് ഞാൻ എഴുന്നേറ്റപ്പം ഒന്ന് പുറത്തെ കാഴ്ചകൾ നോക്കാൻ തന്നെ നോക്കുമ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക്. ഞാൻ അകത്തേക്ക് വന്നു. കാരണം ഇരുടാണല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഇവരെ നോക്കി നിൽക്കും. രാവിലെ എഴുന്നേറ്റുള്ള എൻ്റെ ഒരു ഇതാണ്. കുറച്ച് നേരം പിന്നെ ഇവരുടെ അടുത്ത് പോയി രണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ഇവരോട് രണ്ട് കൊഞ്ചിക്കലൊക്കെ കൊഞ്ചിച്ച് അങ്ങനെ ഇങ്ങനെ നിൽക്കും. ഞാനെങ്കിലും വന്ന് നിൽക്കുമ്പോൾ അവർ കൂട്ടത്തോടെ ആ സൈഡിലേക്ക് വരും. അവർ ആരാണോ അവിടെ നിൽക്കുന്നത് അവരുടെ അടുത്തേക്ക് വന്ന് നിൽക്കും. പിന്നെ ഇതാ എൻ്റെ അങ്കത്തട്ടിലേക്ക് ഞാൻ കയറിയിരിക്കുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ചോറും ഒക്കെ ആക്കിയതിന് ശേഷം ഞാൻ കുളിച്ചു, വിളക്ക് കത്തിച്ചു. ഇന്നെന്ന് വെച്ചാൽ ഇച്ചുവിന് അന്ന് ബർത്ത്ഡേൻ്റെ അന്ന് അവന് സ്കൂളിൽ ലീവായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അന്ന് സ്പോർട്സ് ഡേ ആയിരുന്നു, അവൻ സ്കൂളുണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നാണ് അവൻ കളർ ഡ്രസ്സൊക്കെ ഇട്ട് പെണ്ണ് കൊണ്ടുപോകും. പെണ്ണെന്ന് വെച്ചാൽ പണ്ട് മിഠായി ആണല്ലോ, ഇവർക്ക് കുറേ മുമ്പ് തന്നെ പെണ്ണാക്കിയിരുന്നു, മിഠായി കൊണ്ടുപോകരുതെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പെന്നാണ്, ബ്ലൂ പെന്നും പിന്നെ ടീച്ചേഴ്സിന് റെഡും. ഏകദേശം ഒരു 50-55 സ്റ്റുഡൻസ് ഉണ്ട് ഇവൻ്റെ ക്ലാസ്സിൽ. അപ്പം പെന്നൊക്കെ ആദ്യമേ വാങ്ങിച്ചു വെച്ചിരുന്നു. വിനീഷേട്ടൻ പോകുന്നതിന് മുമ്പേ പെന്നൊക്കെ വാങ്ങിച്ചു വെച്ചതുകൊണ്ട് തന്നെ എന്തായാലും കൊടുക്കണം. അപ്പം ഇന്ന് തിങ്കളാഴ്ച കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ്. അപ്പം ഇന്നാണ് അങ്ങനെ പോകുന്നത്. ഇനിയിപ്പോൾ ഇവർ വലുതായാലും ഇതിങ്ങനെയൊന്നും ചെയ്യുമൊന്നുമില്ലല്ലോ. ഈ മോൾ എന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മതിയാക്കി. 5ാം ക്ലാസ്സിൽ അവൾ 5 പഠിക്കുമ്പോൾ കൊറോണ ടൈമായിരുന്നു, അപ്പോൾ പോയിട്ടില്ല. അതിന് ശേഷം അവൾക്ക് ഞാൻ ചോദിച്ചു പോന്നോ, അങ്ങനെ പോകുമെന്ന് ചോദിച്ചപ്പോൾ അയ്യോ അങ്ങനത്തെ ഒരു പരിപാടിയേ വേണ്ട. ഇവള് മാത്രമല്ല, ഇവളെ ക്ലാസ്സിലെ ഒട്ടുമൊക്കെ കുട്ടികളും അങ്ങനെ വരത്തില്ല. ഇന്നത്തെ മക്കൾ അങ്ങനെയാണല്ലോ, അവർക്ക് അവരുടേതായൊരു ഇതുണ്ടല്ലോ. അപ്പം അതൊക്കെ നിർത്തി. അപ്പോൾ ഇവനും അതുപോലെ തന്നെ ആയിരിക്കും ഓൾമോസ്റ്റ്. ഇതിപ്പം ഇന്ന് തന്നെ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടുള്ളത്. അയ്യോ ഇന്ന് സ്കൂളിൽ എന്നെ എല്ലാവരും നോക്കി നിൽക്കൂലേ, ഞാൻ മാത്രമല്ലേ ഇന്ന് കളർ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടാവൂ, എന്നെ എല്ലാവരും നോക്കൂ. ഞാൻ പറയും ഇന്ന് നീ ഹീറോ ആയിരിക്കൂലേ സ്കൂളിൽ, നിൻ്റെ ഇന്ന് ബർത്ത്ഡേ ആണ് വെച്ചിട്ട് എല്ലാവരും നിന്നെ വന്ന് വിഷ് ചെയ്യുകയൊക്കെ ചെയ്യില്ലേ, നിനക്ക് 2 ബർത്ത്ഡേ ആഘോഷിക്കാനായില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം എൻ്റെ ഈ എക്സ്പ്രഷൻ കണ്ടിട്ട് ആരും നോക്കണ്ട, ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഏട്ടൻ്റെ ഫ്രണ്ട് വിനീഷേട്ടൻ്റെ ഫ്രണ്ട് അതിലേ പോകുമ്പോൾ സെൽഫി എടുക്കാനല്ലേ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അതാണ്. പിന്നെ ബസ്സിന് വേണ്ടി കുറേ നേരം കാത്തു നിന്ന്. ഇച്ചു ആണെങ്കിൽ നല്ല ടെൻഷനിലാട്ടോ ഉള്ളത്. അവനെ ഈ കളർ ഡ്രസ്സ് ഇട്ടിട്ട് ബസ് കയറുമ്പോൾ എല്ലാവരും എന്നെ നോക്കൂലേ, ഇവൻ എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കൂലേ. ഞാൻ പറഞ്ഞു നിനക്ക് ID കാർഡ് ഉണ്ടല്ലോ, ഇത് എന്തിനെ പേടിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ബസ് ഏകദേശം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു ഇവരിനി സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിടേണ്ടി വരുമോ എന്നുള്ള ആലോചനയിലായിരുന്നു. മെല്ലനെ മൂവ് ചെയ്യണമെന്ന് തോന്നുമ്പോഴേക്കും ബസ് വന്ന് സമാധാനമായി. അപ്പോൾ പിന്നെ ഇവരെ ബസ് കയറ്റിയിട്ട് ഞാൻ മെല്ലെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതിപ്പം 7-7:30 മണിയാണ് സമയം. അങ്ങനെ മക്കൾ പോയി, ഞാനിപ്പം വീട്ടിൽ പോവാണ്. അപ്പോൾ ഓക്കെ, ബായ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക.